ജോലി കഴിഞ്ഞു വന്ന് ഭാര്യൻ്റെ അടുത്ത് ഒന്ന് മേല് പോലും കഴുകാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. എത്ര ആളുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് കിടന്നു നോക്കി അപ്പം അറിയാം, മണത്തെടുക്കാൻ കഴിയില്ല. എഞ്ചിനീയറായി ഒരു ചെറുക്കനെ കൊണ്ടുവരിക, സോക്സ് പോലും അഴിച്ചു വെക്കാതെ ജോലി കഴിഞ്ഞ് കട്ടിലേക്ക് വീണ് കിടക്കും. എന്നിട്ടോ നേരം വിളിക്കുമ്പോൾ 7 മണിക്ക് ബസ് വരും കമ്പനീൻ്റെ. ഈ ചങ്ങാതി ബാത്റൂമിൽ കണ്ട് 6:45 ബാത്റൂമിൽ ഓടും, തിരിച്ചു വരും, യൂണിഫോം എടുത്തിട്ട് കമ്പനിയിൽ പോകും. അവൻ പോയി കഴിഞ്ഞാൽ ഭാര്യ ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ടവല് നനഞ്ഞിട്ടില്ല. ബ്രഷ് എടുത്ത് കയ്യിൽ കൊട്ടി നോക്കിയപ്പോൾ ബ്രഷും നനഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ പല്ല് വെക്കലും കുളിയൊക്കെ വെർച്വലാണ്. പല്ലും അങ്ങനെയാണല്ലോ. ആ പെണ്ണ് പറയാ രാവിലെ കുളിച്ചില്ല, എന്നാൽ രാത്രി വന്നാലോ ആ സോക്സ് പോലും അഴിച്ചു വെക്കാൻ സമയമില്ല. കാരണം മൾട്ടിനാഷണൽ കമ്പനി കരിമ്പ് ജ്യൂസ് പിഴിയണ വരി പിഴിഞ്ഞിങ്ങോട്ട് എടുത്തളെ അല്ലേ. അവിടെ ഇവൻ പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുന്ന ഭാര്യയുടെ കൂടെ എന്തിഷ്ടമാ കൂട്ടരെ ഉണ്ടാവുക. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ, അത് അവർക്കേ മനസ്സിലാവും. ഞാൻ റിയാദിൽ ഒരു കാലം ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതേപോലെ വന്നു. റിയാദിൽ ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് ഐക്യലൊന്ന് പോയേക്കാം. എന്നാ പോയോക്ക്. അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു, നിറയെ പെണ്ണുങ്ങൾ. ഞാനും പോയി എത്തി നോക്കിയപ്പോൾ മെഴുകുതിരി വിൽക്കുന്ന സ്ഥലത്താണ് പെണ്ണുങ്ങൾ തിരക്ക് കിട്ടുന്നത്. മെഴുകുതിരി വിൽക്കുന്ന സ്ഥലത്ത് ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അല്ല ഇവിടെ കറണ്ട് കട്ടൊക്കെ ഉണ്ടോ എന്നെൻ്റെ കൂടെ വന്ന് അവളോട് ചോദിച്ചു. കറണ്ട് കട്ടോ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ മെഴുകുതിരി ഇങ്ങനെ വൈകൊണ്ടുകൊണ്ട്? നമ്മുടെ നാട്ടിൽ മെഴുകുതിരി വാങ്ങാൻ കറണ്ട് കട്ടുണ്ടാവുമ്പോൾ കത്തിക്കാനാണ്, ഇവിടെ അതില്ലല്ലോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഐക്യൻ്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ചങ്ങാതിയിൽ ഒഴിച്ചു ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു മെഴുകുതിരിയുള്ള കാര്യം. ആ മെഴുകുതിരിൻ്റെ പേര് ഫ്രാഗ്രൻസ് ഉള്ള കാൻഡിലാണ്, ഫ്രാഗ്രൻറ്റ് കാൻഡിൽ. ആ മെഴുകുതിരിക്ക് അത് കത്തിച്ച് വെച്ചാൽ മുറിയിൽ ഒരു സുഗന്ധം പരക്കും എന്ന്. ഞാൻ ചോദിച്ചു പെണ്ണുങ്ങൾ എന്തിനാ അത് വാങ്ങിക്കൊണ്ടാണ് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന കിടപ്പറയിൽ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അതിൽ നിന്ന് വരുന്ന സുഗന്ധവുമായി ഭർത്താവിനെ സ്വീകരിക്കുന്നവരാണ് ഇവർ എന്ന്. അവർ ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ട്, അവർ പർദ്ദയിട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു ഭർത്താവിൻ്റെ ഇഷ്ടം എന്ന് അവർ തിരക്ക് കൂട്ടുന്നത്? ഭർത്താവിന് ഇഷ്ടപ്പെട്ട മണമുള്ള ഫ്രാഗ്രൻസ് ഉള്ള മെഴുകുതിരി വാങ്ങാനാണ്. നമ്മൾ കുളിച്ചിട്ട് കെട്ടിവെച്ച മുടി ഉണങ്ങാതെ മണക്കുന്നത് പോലും അറിയാതെ ഭർത്താവിൻ്റെ അടുത്ത് ശയിക്കാൻ വരുന്നവർ 5 നേരം പല്ല് തേക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളെ നമ്മൾ 5 നേരം പല്ല് തേക്കാൻ നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കാത്തത് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ടാണ്. 2 നേരമെങ്കിലും തേക്കണ്ടേ?